ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഞാനും ആൽഫിനും മാത്രമേ ഉള്ളൂ. രാവിലത്തെ വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ കോച്ചിങ് സെന്ററിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. അങ്ങനെ നടന്ന് കുത്തിപ്പിടിച്ചത് കോച്ചിങ് സെന്ററിൽ എത്തിയുണ്ട് ഞങ്ങള്. അജയ് ആൽഫിനും എന്റെ ബാക്കിൽ തന്നെ ഇരിക്കണ്ടേ. ഇന്ന് ഞങ്ങൾ നേരത്തെ വന്നതാണ് ഫാൻ്റെ ജോലി ഇരിക്കാൻ വേണ്ടി. എന്നും വൈകിയാണ് വരാറ്. അതാണ് ഏതെങ്കിലും മൂലൊക്കെ പുഴുങ്ങിയാണ് ഇരിക്കാറ്. അതാണ് ഫാൻ നോക്കിയിരിക്കാൻ വേണ്ടി നേരത്തെ വന്ന് ഇരിക്കണതാണ് ഞങ്ങള്. രാവിലെ വെയിൽ കൊണ്ടുവന്നാലും നല്ല ചൂടെടുക്കും. പിന്നെ എനിക്ക് നല്ല രീതിയിൽ തലവേദന എടുക്കേണ്ടത് രാവിലെ തന്നെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദേ ഒരാൾ എന്റെ ബാക്കിൽ വന്നിരിക്കുന്നത്. ഇതാണ് ആരതി. ഞാൻ വ്ളോഗ് എടുക്കണേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര നാണായുണ്ട്. കോച്ചിങ് സെന്ററിൽ വന്നെങ്കിലും കുറെ പെൺപിള്ളേരുണ്ടെങ്കിലും ഇതുവരെ ആരുമായിട്ട് മിണ്ടിയുണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ അജയ്ക്ക് മാത്രമാണ് ബാക്കി പെൺപിള്ളേരായിട്ട് കമ്പനി ഉള്ളൂ. കാണിച്ചിരുന്ന ആൾക്ക് ദേ ആൽഫിനാണ് എന്റെ യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായി എനിക്ക് ആൽഫിനെയും കൊണ്ട് ഉപകാരം ഉണ്ടായി. നന്ദിയുണ്ടടാ, നന്ദിയുണ്ട്. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ആൽഫിമോ ആരെയോ കൂലങ്കർഷമായി നോക്കിയിരിക്കേണ്ട. പോണ പെൺപിള്ളേരെ ആയിരിക്കണം, വേറെ ആരെ ആവാൻ. അജയ് പിന്നെ എല്ലാ പെൺപിള്ളേരായിട്ട് കമ്പനി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നാണെങ്കിൽ അൻസലിന്റെ വക ചെലവാണ് ബിടെക് ജയിച്ച കാരണം. ഞങ്ങൾ ചെറുക്കനോട് ബിടെക് ജയിച്ചില്ല, ഞങ്ങൾക്ക് ബിരിയാണിക്ക് മേടിച്ച ചെലവ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ്. പുറത്തിറങ്ങിയപ്പോ സാനന്ദ് അശ്വിനൊക്കെ വീട്ടിൽ പോകാൻ വേണ്ടി വണ്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞ്. അങ്ങനെ അവന്മാരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആരതി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലാരും പേര് പറഞ്ഞോ? പേര് പറ, പേര് പറ, പേര് പറ. നാണമാണോ? ഞാന് പേരിട അമ്മിണിന്നോ ദാശായിനിന്നോ. പേര് പറ, പേര് പറ, പേര് പറ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. My name is Arathi PS. I am ബാക്കി പോട്ടെ. ഡീറ്റെയിൽസ് നമ്പറും കൊടുത്തു. കുണിന്ന് നടക്കണോ? ഇവനെ കണ്ടുപിടിച്ചത് അജയ് എന്താടാ നീ വല്ല കേസിലും പെട്ടണ്ട? അങ്ങനെ കിക്കാറ്റിംഗ് ഷെയർ ചെയ്ത് അതൊക്കെ തിന്നുകൊണ്ട് നിന്നപ്പോഴാണ് ഇതേ ഒരുത്തൻ സൈക്കിളും കൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഈ സൈക്കിള് മെട്രോയുടെ സ്വന്തം സൈക്കിളാണ്. 10 മണിക്കൂറത്തേക്ക് 20 രൂപയ്ക്ക് നമുക്ക് ഇതേ മെട്രോ സ്റ്റേഷനിൽ നിന്ന് സൈക്കിൾ കിട്ടും. അത് ചവിട്ടി വേണമെങ്കിലും നമുക്ക് കോച്ചിങ് സെന്ററിലേക്ക് വരാം. അങ്ങനെ അവരോടും ബൈ പറഞ്ഞ് ഇതേ അൻസലിനെ കൊണ്ട് ബിരിയാണി തിന്നാൻ പോവാണ്. അങ്ങനെ 100 രൂപ ബിരിയാണി കടയിലേക്ക് ഞങ്ങൾ വച്ച് പിടിച്ച് നടന്നു വന്ന് കയറി ഇതേ ഇരുന്നുണ്ട്. ഇനി ബിരിയാണി വരാനുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ 4 പേരും. അങ്ങനെ 100 രൂപയുടെ ബിരിയാണി ചെയ്ത് ഞങ്ങളുടെ കൺമുമ്പിൽ വന്നെത്തിയുണ്ട്. എല്ലാം കൂടി വന്ന വഴി തന്നെ ദേ വാരി വലിച്ച് തീറ്റ തുടങ്ങിയിട്ടുണ്ട്. കാര്യം തമാശക്ക് ചെലവ് ചെയ്യാൻ പറഞ്ഞാണെങ്കിൽ അവൻ സീരിയസ് ആയിട്ട് ചെലവ് ചെയ്യാന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ദേ എല്ലാവർക്കും ബിരിയാണിയും വാങ്ങി തന്നു. അങ്ങനെ ബിരിയാണി കഴിച്ച് ഞങ്ങളെല്ലാവരും ദേ വിട പറഞ്ഞിട്ടുണ്ട്. ഇനി നേരെ മെട്രോയിൽ കയറാ വീട്ടിൽ പോവാന്നുള്ള ലക്ഷ്യവുമായാണ് ഞങ്ങൾ പോണത്. പക്ഷെ മെട്രോന്ന് ഇറങ്ങി നേരെ പോയത് ദേ കോളേജിലേക്കാണ്. കോളേജിൽ മണിയും ഗോകുലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ കോളേജിലേക്ക് പോന്നു. ചെറുക്കന്മാർ രണ്ടുപേരും മിക്കപ്പോഴും കോളേജിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നത് എന്താണാവോ കാരണം. മണിയാണെങ്കിൽ ശങ്കര കോളേജിൽ PGക്ക് കയറുന്നുണ്ട്. ഗോകുലാണി വീട്ടിൽ വെറുതെ ചൊറി കുത്തിയിരിക്കാന്ന് തോന്നുന്നു. അങ്ങനെ അവന്മാരോട് വർത്താനം പറഞ്ഞ് ഞാൻ ദേ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇത്രയുള്ള അപ്പൊ എല്ലാവർക്കും ബൈ.